നമുക്ക് ഈ അന്ത്യമൊഴികളിൽ അവസാനത്തേതും ഏഴാമത്തെ മൊഴിയെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ പോവുകയാണ്. ആ ഏഴാമത്തെ മൊഴി നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. 23-ാം അധ്യായത്തിൽ അതിൻ്റെ 46-ാം വാക്യമാണ്. അതിന് സന്ദർഭം മനസ്സിലാക്കുവാൻ വേണ്ടി 44 മുതലുള്ള വാക്യങ്ങളെ വായിക്കാം. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശീല നടുവെ ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഏഴാമത്തെ മൊഴി യേശു വിളിക്കുകയാണ്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. 7 മൊഴിയിൽ 1-ാമത്തെ മൊഴി ആരംഭിക്കുന്നതും, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. 7-ാമത്തെ മൊഴിയും അങ്ങനെ തന്നെയാണ്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിക്കുവാനിടയായി. 7-ാമത്തെ മൊഴി നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് കർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. താൻ ബാല്യത്തിൽ തന്നെ യേശു തൻ്റെ ഗ്രാമത്തിലുള്ളവരോട്, അമ്മയപ്പന്മാരോട് യെരുശലേം ദേവാലയത്തിലേക്ക് പോയിട്ട് മടങ്ങി വരുന്ന വഴിയിൽ യേശുവിനെ കാണാത്തത് കൊണ്ട് യേശുവിൻ്റെ അമ്മ മറിയ തിരക്കി ചെല്ലുമ്പോൾ യേശു ആ ശാസ്ത്രികളുടെയും ആ പ്രമാണികളുടെയും നടുവിലിരുന്നു കൊണ്ട് വളരെ ജ്ഞാനത്തോടു കൂടി സംസാരിക്കുന്നത് മറിയ കാണുകയും, മറിയ, എന്തിനാ മോനെ ഞങ്ങളെ ഇത്രയും വേദനിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് കർത്താവ് അവിടെ ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. താൻ ഈ ലോകത്തിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് പിതാവിൻ്റെ അടുക്കലേക്ക് കയറി പോകുവാനുള്ളവനാണ്. യേശുവിനെ കുഞ്ഞായിരിക്കുമ്പോൾ ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആലയത്തിൽ വെച്ച് ശിമിയോൻ പ്രവചിക്കുമ്പോഴും മറിയയ്ക്ക് ആ കാര്യത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ കഴിഞ്ഞു. കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും പിതാവായ ദൈവം സ്വർഗം തുറന്ന് കർത്താവിനെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടുകൊണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും പിതാവുമായിട്ടുള്ള ബന്ധം കർത്താവിൽ അവിടെ തുടരുകയാണ്. ശുശ്രൂഷയിൽ ഓരോ ഘട്ടത്തിലും അത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പിതാവിൻ്റെ അടുക്കലേക്ക് താൻ മടങ്ങിപ്പോകേണ്ടവനാണെന്നുള്ള വ്യക്തമായ ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. അതാ കർത്താവ് പറഞ്ഞത്, പിതാവേ, ആദിയിൽ എനിക്ക് ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം മുതൽ കർത്താവ് കൊടുക്കുന്ന ഒരു നീണ്ട പ്രസംഗത്തിനകത്ത് താൻ ഈ ലോകത്തെ വിട്ട് പിതാവിൻ്റെ മഹത്വത്തിലേക്ക് പോകുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് കർത്താവ് അവരെ ആദ്യം സ്നേഹിച്ചതുപോലെ അവരെ പിന്നെയും സ്നേഹിച്ചു എന്ന് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. കർത്താവ് നമ്മളെ എന്താണ് ഈ വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്? കർത്താവ് നമ്മോട് പറയുന്നത്, ദൈവത്താൽ ഐക്യപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. നമുക്കുള്ളിൽ ഒരു ആത്മാവുണ്ട്. പാപത്താൽ മരിച്ചു കിടക്കുന്ന ഒരു ആത്മാവിന് ജീവൻ തരുവാൻ ഞാൻ ജീവൻ ഉണ്ടാകേണ്ടതിനും ആ ജീവൻ സമ്പൂർണമായി ഉണ്ടാകേണ്ടതിനും വന്നിരിക്കുന്നു എന്ന് യോഹന്നാൻ 10:10 കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ ആടുകൾക്ക് ജീവൻ കൊടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന കർത്താവിൻ്റെ വചനം പോലെ, ഞാൻ എൻ്റെ ജീവനെ അവയ്ക്ക് കൊടുക്കുകയും അതിനെ തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് കർത്താവ് തൻ്റെ ജീവനെക്കുറിച്ച് പറഞ്ഞതുപോലെ, തൻ്റെ ആത്മാവിനെ തൻ്റെ ശുശ്രൂഷ തികച്ച് പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് പോലെ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, പാപത്താൽ മരിച്ചു കിടന്ന നമ്മുടെ ആത്മാവിൽ യേശു കർത്താവിലുള്ള വിശ്വാസത്താൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ജീവൻ തന്നിരിക്കുന്നു എന്ന വിശ്വാസം എന്നിൽ വരുമ്പോൾ എൻ്റെ ആത്മാവ് ജീവിക്കുവാൻ ആരംഭിക്കുകയാണ്. ആത്മാവിൽ ജീവൻ ഉണ്ടാകുമ്പോൾ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഞാൻ ദൈവത്തിൻ്റെ മകനായി മകളായി മാറുകയാണ്.
ആ ആത്മാവിനെ കൊണ്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വേലയെ ഞാൻ മനസ്സിലാക്കി അത് ചെയ്യേണ്ട ശക്തിയും ദൈവത്തിൻ്റെ കൃപയും ആത്മാവിനാൽ ഞാൻ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ഓട്ടത്തിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമായി ഞാൻ നടക്കണം. എനിക്ക് തന്നിരിക്കുന്ന കർത്താവിൻ്റെ വേല ഇവിടെ പൂർത്തീകരിച്ചിട്ട് എൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം എന്നുള്ളൊരു ബോധ്യം ഒന്നാമതായി നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാവുകയാണ്. രണ്ടാമതായി നമുക്കുണ്ടാകുന്നത് എന്താണ്? സാധാരണ ലോകത്തിലെ ജനം ചിന്തിക്കുന്നത് പോലെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ മനുഷ്യ ജീവിതം. മരണത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്, മരണത്തിനപ്പുറത്ത് ഒരു നിത്യജീവൻ ഉണ്ട് എന്നുള്ളതിനെ അറിഞ്ഞുകൊണ്ട് വേണം നാം ഇവിടെ ജീവിക്കുവാൻ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട യേശു ക്രിസ്തു ഇതാകുന്നു എൻ്റെ സുവിശേഷം. ജഡം കൊണ്ട് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആത്മാവിനെ കൊണ്ട് ദൈവപുത്രൻ എന്ന് നിശ്ചയമായി ഉറപ്പിച്ചിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഒരു ഉയർപ്പ് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ഈ വാക്യം, കർത്താവിൻ്റെ സംഭവം, കർത്താവിൻ്റെ ഉയർപ്പ് തെളിയിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ആത്മാവിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കയ്യിലേക്ക് നമുക്ക് ധൈര്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ ലോകത്തിലെ വേല തികച്ച് നമ്മുടെ ആത്മാവിനെ പകരുവാൻ നമുക്ക് ഇന്ന് ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിയുന്നുണ്ടോ? ഈ ലോകത്തിൽ അനേകർക്ക് പേടിയാണ്. ഈ ലോകത്തിൽ മരണം എന്നുണ്ടാകും, മരിക്കുവാൻ ഭയമാണ്, മരണത്തെ ഭയമാണ്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വത്ത് ആര് കൊണ്ടുപോയും, എൻ്റെ ആവശ്യങ്ങൾ അടുത്തത് എൻ്റെ മക്കളെ ആര് നോക്കും, ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവർ ഭയത്തോടെ കഴിയുകയാണ്. എന്നാൽ മരണത്തിനപ്പുറത്തുള്ള ഒരു നിത്യജീവനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടിനെ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിലൂടെ നമുക്ക് തന്നിരിക്കുന്നു. ഈ വാക്യത്തിലൂടെ കർത്താവ് പറഞ്ഞതുപോലെ, പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ഇങ്ങനെ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്, ഉച്ചത്തിൽ ശബ്ദമിട്ടുകൊണ്ട് മരിച്ചത് കണ്ടിട്ട് അവിടെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ഇൻചാർജ് ആയിരുന്ന ശതാധിപൻ സെഞ്ചൂറിയൻ വിളിച്ചു പറയുന്നു, ഇവൻ സത്യമായും ദൈവത്തിൻ്റെ പുത്രൻ തന്നെയായിരുന്നു. എന്നാ കാരണമെന്നറിയാമോ? ക്രൂശ് മരണത്തിൽ മരിക്കുന്ന ഒരു വ്യക്തി പോലും ഇങ്ങനെ അവസാന നിമിഷത്തിൽ ശബ്ദമുയർത്തി ഇത്രയും പ്രാഗൽഭ്യത്തോടെ, ഇത്രയും ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. കാരണം ക്രൂശ് മരണം അത്ര ക്രൂരമായ മരണമാണ്. അവൻ്റെ ശ്വാസത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആ മരണമുണ്ടാകും. ഒരു വ്യക്തി മരിക്കുമ്പോൾ അവൻ വളരെ ക്ഷീണിതനും ബലഹീനനും, ഒരു ശ്വാസം പോലും എടുക്കുവാൻ, ഒരു വാക്കുപോലും ഉച്ചരിക്കുവാൻ കഴിയാത്ത നിലയിലായിരിക്കും ക്രൂശ് മരണത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശു, അവൻ നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ, നമുക്ക് വേണ്ടി അവനെ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയപ്പോൾ, നമ്മുടെ മുഴുവൻ പാപങ്ങളെയും ചുമന്നു തീർക്കുവാൻ വന്ന ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാടായി താൻ ഈ ലോകത്തിൽ പിതാവിനാൽ നിയോഗിക്കപ്പെട്ട തൻ്റെ വേല പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ ജയാളിയായിട്ട് കർത്താവ് പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, നിങ്ങൾക്കും എനിക്കും ഒരു പ്രത്യാശയുണ്ടായിരിക്കണം. ഈ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. യുഗായുഗങ്ങൾ നീണ്ടു നിൽക്കുന്ന, അവസാനമില്ലാത്ത നമ്മുടെ സ്വന്തം ദേശമുണ്ട്. നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കണ്ടുകൊണ്ട് നിത്യത ചെലവാക്കേണ്ട നാൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന പണി, വേല, കർത്താവിൻ്റെ ഊഴിയം, കർത്താവ് തന്നിരിക്കുന്ന ആ ഉത്തരവാദിത്വം കർത്താവിൽ ആശ്രയിച്ച് പൂർത്തീകരിച്ച് അവസാനം നമുക്കും പറയുമാറാകട്ടെ, നിവൃത്തിയായി എൻ്റെ ആത്മാവിനെ പിതാവേ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കും ഓട്ടത്തെ അവസാനിപ്പിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. കർത്താവ് ഈ വാക്യത്താൽ
നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമ്മൾ ഈ 7 വാക്യങ്ങളെ ധ്യാനിച്ചിരിക്കുന്നു, 7 മൊഴികളെ ധ്യാനിച്ചിരിക്കുന്നു. കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമുക്ക് വേണ്ടിയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുമെന്ന മാതൃകയെ കാണിച്ചുകൊണ്ട് നല്ല കാൽച്ചുവടുകളെ പിന്തുടരുവാൻ കർത്താവ് നമുക്ക് മുമ്പേ നടന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശിലെ 7 മൊഴികളും അത് നമ്മുടെ ജീവനും ആത്മാവിനും വേണ്ടി ഉള്ളതാണ് എന്നുള്ളതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വചന ധ്യാനത്തിലൂടെ നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചിരിക്കും എന്ന വിശ്വാസത്തോടെ ഇവിടെ ഈ 7 മൊഴികളെക്കുറിച്ചുള്ള ധ്യാനം പൂർണ്ണമാവുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളോടുള്ള സ്നേഹനിമിത്തം അങ്ങയുടെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങൾക്ക് വേണ്ടി സമാധാനം സുവിശേഷിച്ചുകൊണ്ട് നന്മ ചെയ്തവനായി ചുറ്റിത്തിരിഞ്ഞ് 33 തിരുവയസ്സിൽ കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറി ചങ്കലെ അവസാന തുള്ളി ചോരവരെയും കാൽവരി കുലക്കളത്തിൽ ഒഴുക്കി തന്ന് ജീവനെ തന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും എല്ലാ ബന്ധനങ്ങളെയും അഴിച്ച് ഞങ്ങളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത് അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ നല്ല ദിവസത്തിൽ, ഈ സമയത്തിൽ അങ്ങയുടെ അന്ത്യമൊഴികളെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, തുടർന്നും ഈ വചനങ്ങൾ ആരെല്ലാം ശ്രമിച്ചുവോ, എവിടെ ഇരുന്നെല്ലാം ഇത് ധ്യാനിച്ചുവോ, അവരുടെ ജീവിതത്തിലെല്ലാം ഇതൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനെ ടെലികാസ്റ്റ് ചെയ്യുന്ന CRS ചാനലിനായി ഞങ്ങൾ കർത്താവെ നന്ദി പറയുന്നു. ഇത് കർത്താവെ വേഗത്തിലോടുന്ന വചനമായി ഞങ്ങളുടെ കർത്താവെ അതിരുകൾക്കപ്പുറത്ത് കടന്നു ചെന്ന് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് മൂലം കർത്താവെ ഈ ചാനൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി അങ്ങയുടെ ഊഴിയക്കാരൻ എന്ന നിലയിൽ അടിയൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. God bless you all. God bless you.